ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ എന്താ ആ ടൈപ്സ് ഓഫ് റിയാക്ഷനിൽ വരുന്ന വേറൊരു റിയാക്ഷൻ ആണ് എന്ത് റിഡോക്സ് റിയാക്ഷൻ. അതിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും റിഡോക്സ് റിയാക്ഷൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നതിൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നത്, അതായത് ഓക്സിഡേഷൻ എന്ന പ്രോസസ്സും റിഡക്ഷൻ എന്ന പ്രോസസ്സും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് നമുക്കറിയണം. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ? ഒന്നല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആ റിയാക്ഷനിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒന്നല്ലെങ്കിൽ ഓക്സിജനെ ആ റിയാക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഓക്സിജന്റെ റിമൂവൽ ആണ് നടക്കുന്നത്. ഈ രണ്ടെണ്ണം ഏതെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ആ റിയാക്ഷനിൽ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ റിയാക്ഷനെ നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടന്നതെന്ന് നമുക്ക് പറയാം. അതേപോലെ ഇപ്പൊ ഓക്സിഡേഷൻ എന്താണോ നമ്മൾ പറഞ്ഞു വെച്ചാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ റിമൂവൽ ആ റിയാക്ഷനിൽ നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? റിഡക്ഷൻ റിയാക്ഷൻ ആണെന്ന് പറയും. ഇപ്പോ ഒരു റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണ്. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താ? ഒന്നില്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അവിടെ നടന്നു, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടന്നു, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ നടന്നു, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നടന്നു. ഇതില് ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ റിയാക്ഷനിൽ നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ എന്താ പറയാ? റിഡോക്സ് റിയാക്ഷൻ. രണ്ട് ഒരേ റിയാക്ഷനിൽ നടക്കുകയാണ്, ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ റിയാക്ഷനിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ അതില് ഓക്സിഡൈസിങ് ഏജന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ഓക്സിഡേഷനും റിഡക്ഷനും പ്രോസസ് ഉണ്ടെന്ന് അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, അതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആർക്കാണോ അവിടെ നടന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അവിടെ ആർക്കാണോ നടന്നത്, അതായത് ഏതാ? അഡീഷൻ ഓഫ് ഓക്സിജനോ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജനോ, അത് ആർക്കാണോ ആ റിയാക്ഷനിൽ നടന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ അവര് എന്താ പറയാ? ആർക്കാണോ ആ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടന്നത് അവരായിരിക്കും അവിടുത്തെ എന്ത്? റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അതാണ് ആ റിയാക്ഷനിലെ റെഡ്യൂസിങ് ഏജന്റ്. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് കേസ് എന്തായിരിക്കും? അപ്പൊ ആർക്കാണോ അവിടെ റിഡക്ഷൻ നടന്ന ആളായിരിക്കും അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ എങ്ങനെയാ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും കണ്ടുപിടിക്കുക? ഒരു റിയാക്ഷനില് ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അവര് റെഡ്യൂസിങ് ഏജന്റും, ആർക്കാണോ റിഡക്ഷൻ നടന്നത് അവര് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു? ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ റിയാക്ഷനിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Fe react with CuSO4 solution to give എന്താ? FeSO4 and Cu. ഇതിലിപ്പോ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. നമുക്കറിയാം അങ്ങനെയാ കണ്ടുപിടിക്കാൻ. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവരാണ് അവിടെ ആ റിയാക്ഷനിലുള്ള റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവരാണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അവരാണ് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ്, അടുത്തത് ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ്
നമ്മൾ ഒരു ഈസി മെത്തേഡ് വെച്ച് ചെയ്യാം. അതായത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാ? ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റൽസിന്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് Fe കോപ്പർ, അതായത് അങ്ങനെ ഇപ്പൊ ഇവിടെ Feയും കോപ്പറും ആണല്ലോ തനിയെ നിൽക്കുന്ന മെറ്റൽസ്, അതായത് കമ്പൈൻഡ് സ്റ്റേറ്റിൽ അല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന മെറ്റൽസ് അല്ലെ? Feയും കോപ്പറും ആണ്. ഇവര് ഒറ്റയ്ക്ക് നിൽക്കുന്ന മെറ്റൽസിന്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഇപ്പൊ ഇവിടെയുള്ള കമ്പൈൻഡ് സ്റ്റേറ്റിൽ FeSO4 നിൽക്കുന്നുണ്ട്. അതിൽ നിൽക്കുന്ന Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ +2 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ എന്തുണ്ടായി? 0യിൽ നിന്ന് +2യിലേക്ക് ഒരു ഇൻക്രീസ് ഉണ്ടായി അല്ലെ? ഓക്സിഡേഷൻ നമ്പറിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ 0യിൽ നിന്ന് +2യിലേക്ക് ഒരു ഇൻക്രീസ് ഉണ്ടായി. അപ്പോ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിനെന്ത് പറഞ്ഞു? അതിനെന്ത് നടന്നു എന്ന് പറയും? നമ്മള് ഓക്സിഡേഷൻ പ്രോസസ് ആണ് നടന്നതെന്ന് പറയും. അതായത് ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ആണ് നടന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ നടന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്സിഡേഷനും, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ റിഡക്ഷനും. അതേപോലെ ഇനിയിപ്പോ നമ്മൾ ഇവിടെ CuSO4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ CuSO4ലുള്ള Cuന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആയിരിക്കും. അത് ഡിക്രീസ് ആയിട്ട് Cuയിൽ എത്തിയപ്പോഴത്തേക്കും എങ്ങനെയായി? 0 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലെത്തി. അപ്പോ Cu2+ നിന്ന് Cu ആയിട്ട് മാറിയപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ സംഭവിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ഏത് പ്രോസസ്സ് നടന്നു എന്ന് പറയാം? റിഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നു എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ ഇവിടെ ഈ റിയാക്ഷനിൽ ഇപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു കഴിഞ്ഞു. അത് ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് നടന്നത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അതിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? ഓക്സിഡൈസിങ് ഏജന്റ് ഏതായിരിക്കും? ആർക്കാണോ റിഡക്ഷൻ നടന്നത്, അതായത് ഇവിടെ റിഡക്ഷൻ നടന്ന ആർക്കാ? കോപ്പർ അല്ലെ? Cu2+ Cu0 സ്റ്റേറ്റിലേക്ക് എത്തി, അതല്ലേ? അപ്പൊ അതിന് റിഡക്ഷൻ നടന്നു. +2യിൽ നിന്ന് 0യിൽ നിന്ന് +2യിലേക്ക് എത്തിയ അയണിന് ഓക്സിഡേഷൻ നടന്നു. അതാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളെ റെഡ്യൂസിങ് ഏജന്റിനെയും ഓക്സിഡൈസിങ് ഏജന്റിനെയും ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്ത എന്താ? എഫക്ട് ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ്? ഓക്സിഡേഷൻ റിയാക്ഷൻസ് നമ്മൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്? അതിനാണ് ഒന്ന് ഏതാ? കൊറോഷൻ, വേറൊന്നാണ് ട്രാൻസ്ലേഷൻ. കുറെ പ്രോസസ്സുകൾ ഉണ്ട്, അതിൽ 2 പ്രോസസ്സ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? കൊറോഷനും ട്രാൻസ്ലേറ്റിംഗ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? തുരുമ്പ് പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അയൺ നെയിൽസിന്റെ അതേപോലത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ കൊറോഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറെ കാലം മഴയത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റൽസിന്റെ ഒക്കെ കളർ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താ? ദിസ് പ്രോസസ് ഇൻ വിച്ച് മെറ്റൽ വിത്ത് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ ആൻഡ് കെമിക്കൽസ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റസ്റ്റ്. റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പ് പിടിക്കുന്നതിന് പറയാണ്. നമ്മള് മെറ്റൽസിനെ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, അതായത് മഴയത്ത് എന്നല്ല, നമ്മളെ ചുറ്റും എപ്പോഴും പുറത്ത് എന്തുണ്ട്? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് അല്ലെ? ആ മോയ്സ്ചർ കണ്ടന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിരിക്കും? റസ്റ്റിംഗ് നടക്കുന്നതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? റസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ട്, കോപ്പർ, അതായത് നമ്മളെ കോപ്പർ പാത്രങ്ങൾക്ക് എന്തായിരിക്കും? നമ്മൾ കുറെ യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്തായിട്ട് മാറും? ജസ്റ്റ് ഒരു ഗ്രീനിഷ് കളർ അതിന് വരാൻ തുടങ്ങും. എന്തായി? അത് കാരണം എന്താ? എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് റിയാക്ഷൻ നടന്നിട്ട് വരുന്ന മാറ്റമാണത്. അപ്പൊ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? നമ്മൾ മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ ആയിട്ട് റിയാക്ഷൻ നടന്നിട്ട് അതിന് റസ്റ്റിംഗ് നടക്കുന്നതിന് പറയുന്നതാണ് എന്ത്? കൊറോഷൻ. ഇനി റസ്റ്റിംഗ് എങ്ങനെയാ? അയൺ വെൻ ഈ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാ? ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ ഏതൊരു മെറ്റലും അതായത് അറ്റ്മോസ്ഫിയറിൽ കൂടുതലുള്ള ഓക്സിജൻ ആയിട്ടുമാണ് അവർ റിയാക്ട് ചെയ്യുക. അപ്പൊ അത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ റസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അയൺ വെൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ ഫോംസ് റെഡ് സബ്സ്റ്റൻസ് വിത്ത് ദ റസ്റ്റ്. അതായത് നമ്മൾ കാണുന്നതാണ്,
നമ്മള് ആണി തന്നെ നമ്മൾ കുറച്ച് ദിവസം ഒബ്സർവ് ചെയ്താൽ നമുക്ക് അതിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലെ. ഒരു റെഡ് കളർ കോട്ടിങ്ങിന്റെ മേലെ വന്നിട്ടുണ്ടാവും. അതാണ് അതിൽ എന്തെന്ന് പറയുന്നത്, റെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ എങ്ങനെയായിരിക്കും അയണിന്റെ ഇക്വേഷൻ അവിടെ കാണിക്കുക. അയൺ എന്തുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനും മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താ, വാട്ടർ, H2O. H2O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതെന്ത് സംഭവിച്ചു, റെസ്റ്റ് എന്ന് പറയുന്ന Fe2O3 XH2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നോണ്ടാണ്, അതാണ് ആ റെഡ് കളറിൽ നമുക്ക് ആ മെറ്റലിന്റെ മേലെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ റെഗുലർ ആയിട്ട് ഓയിലിംഗ് ചെയ്യുക. ഓയിലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോ എന്താ, നമ്മള് അതിന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓയിൽ എപ്പോഴും കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രീസോ. പിന്നെ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റലിനെ അതിന്റെ മേലെ കോട്ട് ചെയ്യാം. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പോട് കൂടി ഒരു മെറ്റലിനെ അതിന്റെ മേലെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലത്തെ അടുത്ത പ്രോസസ് ആണ് എന്ത്, റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ. അതായത് ഓക്സിജനായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിലത്തെ ഫാറ്റോ ഓയിലൊക്കെ എന്താവും, അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായി, ആ ഫുഡ് ചീത്തയാവുന്നതിനാണ് ഈ റാൻസിഡിറ്റി. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ് ഓഫ് സെൽഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ ഓഫ് ഫുഡ്. ഫുഡ് ഓക്സിജനുമായിട്ട് എക്സ്പോസ് ആയിട്ട് സെൽഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ നടന്നിട്ട് ഫുഡ് ചീത്തയാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻസിഡിറ്റി. അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാ, ആന്റി ഓക്സിഡൻസ്, ഫുഡിലേക്ക് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എയർ കണ്ടന്റ് പോലും ഇല്ലാണ്ട് ഫുഡിനെ പാക്ക് ചെയ്യാം. വാക്യൂം പാക്കിംഗ് ഒക്കെ നമുക്ക് കാണുന്നതാണ് അല്ലെ. പിന്നെ എന്താ, റീപ്ലേസിങ് എയർ ബൈ നൈട്രജൻ, അതിൽ എയർ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. പിന്നെ റെഫ്രിജറേറ്റർ, നമ്മൾ ഫുഡിനെ ഫ്രിഡ്ജില് കോൾഡ് ഏരിയയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ റാൻസിഡിറ്റി എന്താ, സെൽഫ് ഓക്സിഡേഷൻ ഓഫ് ഫുഡാണ്. അതിലുള്ള ഫാറ്റ് ഓയിലൊക്കെ അറ്റ്മോസ്ഫിയറിക് അതിലുള്ള ഓക്സിജൻ കണ്ടന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സെൽഫ് ഓക്സിഡേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.